എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ജൂൺ 10-ാം തീയതി, അതായത് നാളെ രാവിലെ 10 മണി മുതൽ, ജൂൺ 10-ാം തീയതി രാവിലെ 10 മണി മുതൽ ജൂൺ 11-ാം തീയതി വൈകുന്നേരം 5 മണി വരെ അഡ്മിഷൻ നേടാവുന്നതാണ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ജൂൺ 11-ാം തീയതി വൈകുന്നേരം 4 മണി വരെയാണ് അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഒന്നുകിൽ ടെമ്പററി അഡ്മിഷനെങ്കിലും നേടേണ്ടതാണ്. ടെമ്പററി അഡ്മിഷനെങ്കിലും നേടാത്ത വിദ്യാർത്ഥികളെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിലവിൽ സ്കൂളുകളിൽ കമ്മ്യൂണിറ്റി കോട്ടയുടെ അഡ്മിഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് കോട്ടയിലും അതുപോലെ തന്നെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലും അല്ലെങ്കിൽ VHSയിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ മാത്രം അഡ്മിഷൻ നേടുക. കാരണം ഏതെങ്കിലും ഒരു കോട്ടയിൽ മാത്രമാണ് നിങ്ങൾക്ക് അതായത് അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുള്ളതെങ്കിൽ മറ്റേ കോട്ടയിൽ കിട്ടിയിട്ടുള്ള എല്ലാവിധ സീറ്റുകളിൽ നിന്നുള്ള അലോട്ട്മെൻറ്റുകളും റദ്ദ് ചെയ്യപ്പെടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ നേടുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധയോടെ അഡ്മിഷൻ നേടുക. കാരണം കമ്മ്യൂണിറ്റി കോട്ടയിൽ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട സംശയമായിരുന്നു, ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് നിങ്ങൾക്ക് സ്പോർട്സ് കോട്ടയുടെ അലോട്ട്മെൻറ്റ് കാണാനായിട്ട് പറ്റുന്നില്ല, സ്പോർട്സ് കോട്ടയുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കാണുന്നില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, സ്പോർട്സ് കോട്ടയിലാകെ മുഖ്യഘട്ടത്തിൽ 2 അലോട്ട്മെൻറ്റുകൾ മാത്രമാണ് നടത്താറുള്ളൂ. അതുകൊണ്ട് തന്നെ സ്പോർട്സ് കോട്ടയുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുക ജൂൺ 14-ാം തീയതിയോടെ തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്ന സമയത്തോടെയായിരിക്കും. അതായത് +1ൻ്റെ മെറിറ്റ് കോട്ടയുടെ, അതായത് കാൻഡിഡേറ്റ് ലോഗിൻ SWSൻ്റെ അവസാനത്തെ മുഖ്യഘട്ടത്തിലെ അവസാനത്തെ അലോട്ട്മെൻ്റ് ആയിട്ടുള്ള തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്ന സമയത്തായിരിക്കും വിദ്യാർത്ഥികളുടെ സ്പോർട്സ് കോട്ടയുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ സ്പോർട്സ് കോട്ടയുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് നിലവിൽ ഇപ്പോൾ വരുന്നതല്ല, ഈ ഒരു ഹയർ സെക്കൻഡറിയുടെ തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ കൂടിയാണ് നിങ്ങളുടെ സ്പോർട്സ് കോട്ടയുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമായിരുന്നു, അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് നോക്കുന്ന സമയത്ത് നോ ചേഞ്ച് ഇൻ യുവർ അലോട്ട്മെൻറ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അഡ്മിഷനായിട്ട് പോവേണ്ടതില്ലല്ലോ എന്നുള്ളത്, ആ സ്കൂളിൽ അഡ്മിഷനായിട്ട് പോവേണ്ടതില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്, അതായത് ലോഗിൻ ചെയ്ത് നിങ്ങൾ നോക്കിയ സമയത്ത് നോ ചേഞ്ച് ഇൻ യുവർ അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങളുടെ അതിനർത്ഥം എന്ന് പറയുന്നത് നിങ്ങളുടെ അലോട്ട്മെൻറ്റിൽ മാറ്റം വന്നിട്ടില്ല. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും അലോട്ട്മെൻറ്റ് കിട്ടി, നിങ്ങൾ ആ ഒരു സ്കൂളിൽ ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ ആണ് അഡ്മിഷൻ നേടിയിട്ടുള്ളത്, ഹയർ ഓപ്ഷൻസ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് നോ ചേഞ്ച് ഇൻ യുവർ അലോട്ട്മെൻറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് എവിടെയും കിട്ടിയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നോ ചേഞ്ച് ഇൻ യുവർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല, അതായത് സ്കൂളിൽ പോവേണ്ടതില്ല. നിങ്ങൾ സ്കൂളിൽ പോവാതെ ജസ്റ്റ് നിങ്ങൾ അടുത്ത തേർഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിലും തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ആ ഒരു സമയത്ത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിലവിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് നോ ചേഞ്ച് ഇൻ യുവർ അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, അതായത് സ്കൂളിൽ പോവേണ്ട ആവശ്യമില്ല. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമായിരുന്നു, നോ ചേഞ്ച് ഇൻ യുവർ അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 5ാമത്തെ ഓപ്ഷനാണ് എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ അവിടെ ടെമ്പററി അഡ്മിഷനാണ് നേടിയിട്ടുണ്ടായിരുന്നതെന്ന് വിചാരിക്കുക. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് നോ ചേഞ്ച് ഇൻ യുവർ അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നത്. അതായത് എനിക്ക് 5ാമത്തെ ഓപ്ഷനിൽ തന്നെയാണ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ള ആ ഒരു സീറ്റ് തന്നെയാണ് അവിടെ തന്നെയാണുള്ളത്, പുതുതായിട്ട് എവിടെയും കിട്ടിയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ ഒരു ടെമ്പററി അഡ്മിഷൻ നേടിയ സ്കൂളിൽ എനിക്ക് പെർമനൻറ്റ് അഡ്മിഷൻ ആക്കാൻ പറ്റുമോ എന്ന് വിദ്യാർത്ഥികൾ ചോദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ വേണമെങ്കിൽ പോയിട്ട് ഫീസ് അടച്ചിട്ട് നിങ്ങളുടെ രക്ഷിതാവിനെയും കൂട്ടി ഫീസ് അടച്ച് നിങ്ങൾക്ക് ആ ഒരു സീറ്റ് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇനി അതല്ല നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിന് നിങ്ങളെ പരിഗണിക്കപ്പെടണം എന്നാണെങ്കിൽ, അതായത് ഇനി തേർഡ് അലോട്ട്മെൻറ്റ് കൂടി നോക്കിയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നുള്ളൂവെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് അടുത്ത തേർഡ് അലോട്ട്മെൻറ്റ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക, അല്ലാതെ സ്കൂളിൽ പോകേണ്ട യാതൊരുവിധ ആവശ്യമില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് സ്കൂളിൽ പോവേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, എന്തുകൊണ്ടാണ് നിങ്ങൾ സ്കൂളിൽ പോവേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതുകൂടി ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് പല വിദ്യാർത്ഥികൾക്കുമുള്ള പേടിയായിരിക്കും, ഈ ഒരു നോ ചേഞ്ച് ഇൻ യുവർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന സമയത്ത് നിങ്ങൾ സ്കൂളിൽ പോയിട്ടില്ലെങ്കിൽ അഡ്മിഷൻ നഷ്ടപ്പെടുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ എനിക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്. ഞാൻ അവിടെ ഓൾറെഡി ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുണ്ട്. ടെമ്പററി അഡ്മിഷൻ നേടിയത് കൊണ്ട് തന്നെ എനിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് നോ ചേഞ്ച് ഇൻ യുവർ അലോട്ട്മെൻറ്റ് എന്ന് മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. അതായത് എനിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതുതായിട്ടൊരു ഓപ്ഷൻ കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഓൾറെഡി ഞാനിവിടെ ടെമ്പററി അഡ്മിഷനാണുള്ളത്, മുഖ്യഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് കംപ്ലീറ്റ് ഒന്നും ആയിട്ടില്ല, ഇനി
ഒരു തേർഡ് അലോട്ട്മെൻറ്റ് കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെയുള്ള ടെമ്പററി അഡ്മിഷൻ അവിടെ തന്നെയുണ്ട്. അതായത് ആ ഒരു സീറ്റ് എനിക്ക് എവിടെയും നഷ്ടപ്പെടുന്നില്ല. ഓൾറെഡി അവിടെ എനിക്ക് ടെമ്പററി അഡ്മിഷൻ ഉണ്ട്. എനിക്ക് മറ്റൊരിടത്ത് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ മാത്രമേ ഇവിടുത്തെ സീറ്റ് പോകത്തുള്ളൂ. അല്ല എങ്കിൽ ഇവിടുത്തെ സീറ്റ് അവിടെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അതായത് തേർഡ് അലോട്ട്മെൻറ്റ് വരെ അവിടെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുമെന്ന പേടിയൊന്നും ആവശ്യമില്ല. അത് ടെമ്പററി അഡ്മിഷൻ നേടിയ ആ ഒരു സീറ്റ് പോകുമെന്നുള്ള പേടിയൊന്നും ആവശ്യമില്ല. ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നോ ചേഞ്ച് ഇൻ യുവർ അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ അടുത്ത തേർഡ് അലോട്ട്മെൻറ്റിന് കാത്തിരിക്കുക. അല്ലാതെ സ്കൂളിൽ പോകേണ്ട യാതൊരു ആവശ്യമില്ല. പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ പോയിട്ട് ഫീസ് അടച്ച് നിങ്ങൾക്ക് സ്ഥിര പ്രവേശനം നേടാവുന്നതാണ്. അല്ലാതെ വിദ്യാർത്ഥികൾക്ക് നിലവിൽ ടെമ്പററി അഡ്മിഷൻ തന്നെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിന് കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കാത്തിരിക്കാവുന്നതും അടുത്ത അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മറ്റൊരു ഓപ്ഷനിലേക്ക് മാറാവുന്നതും. ഇനി അതല്ല തേർഡ് അലോട്ട്മെൻറ്റിലും നോ ചേഞ്ച് ഇൻ യുവർ അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ പിന്നീട് ആ ഒരു ഇപ്പോഴത്തെ ആ ഒരു ടെമ്പററി അഡ്മിഷനുള്ള സീറ്റ് നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ആക്കാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Thank you for watching.